നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത് ഫൈനൈറ്റ് എലമെന്റ് മെത്തേഡ് അല്ലെങ്കിൽ അനാലിസിസിൻ്റെ സ്റ്റെപ്സ് ആണ്. അതിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു എന്താണ് പ്രീ പ്രോസസ്സിങ്, അതിൽ വരുന്ന ഡിസ്ക്രിറ്റൈസേഷൻ, ദെൻ അനാലിസിസ്, പോസ്റ്റ് പ്രോസസ്സിങ്. ഡിസ്ക്രിറ്റൈസേഷൻ എന്ന് വെച്ചാൽ നമുക്കൊരു എലമെൻ്റ് ഉണ്ട്, അതിനെന്ത് ചെയ്യുക, സബ് ഡിവൈഡ് ചെയ്യുക. നമ്പർ ഓഫ് പാർട്ട് എലമെൻ്റ് അല്ല, നമുക്കൊരു കമ്പോണൻറ്റ്, നമ്മളൊരു കമ്പോണൻറ്റ് ഡിസൈൻ ചെയ്തു. എക്സാമ്പിൾ പറഞ്ഞ പോലെ ഗിയർ ടീത്ത്, അല്ലെങ്കിൽ ഒരു ബീം, അല്ലെങ്കിൽ ഒരു ബാർ, അല്ലെങ്കിൽ എന്തോ ഇവിടെ കോളം സ്ട്രക്ചേഴ്സാണ് ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ ഒരു ട്രസ് എലമെൻറ്റ്, അല്ലെങ്കിൽ ഒരു ഓട്ടോമൊബൈലിൻ്റെ ബോഡി ഡിസൈൻ ചെയ്തു, അല്ലെങ്കിൽ ഒരു കമ്പോണൻറ്റ് റിവറ്റ്, അങ്ങനെ എന്തും ആയിക്കോട്ടെ, അതൊരു കപ്ലിങ് എന്തും ആയിക്കോട്ടെ, നമ്മൾ ഡിസൈൻ ചെയ്ത ശേഷം അതിനെ ചെറിയ ചെറിയ എലമെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന പ്രൊസീജിയറിൽ നിന്ന് പറയുന്ന പേരാണ് എന്ത്, ഡിസ്ക്രിറ്റൈസേഷൻ. ഓക്കെ, അതിൽ ഈ ഡിസ്ക്രിറ്റൈസേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊരു 3 ടൈപ്പ് ഓഫ് എലമെൻ്റ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. മെയിനായിട്ട് 1 ഡയമെൻഷണൽ എലമെൻറ്റ്, ദെൻ 2 ഡയമെൻഷണൽ എലമെൻറ്റ്, ആൻഡ് അനദർ വൺ ഈസ് 3 ഡയമെൻഷണൽ എലമെൻറ്റ്. ലാസ്റ്റ് ഒരു പോയിന്റ് ആണ് എന്ത്, ആക്സിസിമെട്രിക് എലമെൻറ്റ്. മെയിനായിട്ട് 3 അതിൽ ലാസ്റ്റ് വരുന്ന ആക്സിസിമെട്രിക് എലമെൻറ്റും ഉണ്ട്, അപ്പോൾ 4 ടോട്ടൽ. 1 ഡയമെൻഷണൽ എലമെൻറ്റ്, 2 ഡയമെൻഷണൽ എലമെൻറ്റ്, 3 ഡയമെൻഷണൽ എലമെൻറ്റ്, കൂടാതെ ആക്സിസിമെട്രിക് എലമെൻറ്റ്സും വരും. ഇങ്ങനെ 4 ഇത് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ദെൻ വാട്ട് യു മീൻ ബൈ എ 1 ഡയമെൻഷണൽ എലമെൻറ്റ്? 1 ഡയമെൻഷണൽ എലമെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്, ഈ എലമെൻറ്റിന് ഒരു ഡയറക്ഷനിൽ മാത്രമായിരിക്കും വാല്യൂ ഉണ്ടായിരിക്കുള്ളൂ. അതായത് എക്സ് ആൻഡ് വൈ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ എക്സ് കോർഡിനേറ്റ് മാത്രമായിരിക്കും ഇതിനുണ്ടായിരിക്കുക. അതിന് പറയുന്ന പേരാണ് 1 ഡയമെൻഷണൽ എലമെൻറ്റ്. മോസ്റ്റ് ഓഫ് ദി കേസസ് നമ്മൾ ഈ റോഡ്, ബീം, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ മോഡൽസ്, ബീം നമുക്കറിയാം, റോഡ് നമുക്കറിയാം, ഇതിനെയൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്ത ശേഷം ഫൈനൈറ്റ് എലമെൻറ്റ് അനാലിസിസ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത് 1 ഡയമെൻഷണൽ എലമെൻറ്റ്സ് ആയിട്ടായിരിക്കും കൺവേർട്ട് ചെയ്യുക. അതായത് ഇത് റോഡാണെങ്കിൽ ഈ റോഡിനെ നമ്മൾ നമ്പർ ഓഫ് പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഇങ്ങനെ എന്നിട്ട് അതിൻ്റെ ഒരു ഡയറക്ഷനിൽ, ഈ ഡയറക്ഷനിലുള്ള വാല്യൂ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ, കൺസിഡർ ചെയ്യുള്ളൂ. അതിന് പറയുന്ന പേരാണ് 1 ഡയമെൻഷണൽ എലമെൻറ്റ് റെപ്രസെൻറ്റേഷൻ. ഇതാണ് അതിൻ്റെ ആക്ച്വൽ മോഡൽ. ഇതതിൻ്റെ എലമെൻറ്റ് മോഡൽ. പിന്നെ അതിൽ അഡീഷണൽ വരുന്ന അതിൻ്റെ വോളിയമാണ്, ഏരിയയാണ്. ഏരിയ എ ആണ്. ലെങ്ത് എല്ലാം ആണെങ്കിൽ അതിൻ്റെ വോളിയം എന്തായിരിക്കും, ബി ഈസ് ഈക്വൽ ടു എൽ ഇൻറ്റു എ. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് 2 ഡയമെൻഷണൽ എലമെൻറ്റ്. 2 ഡയമെൻഷണൽ എലമെൻറ്റ് എന്ന് വെച്ചാൽ ഒരു 2 ഡയമെൻഷണൽ ഒബ്ജക്റ്റിനെ നമ്മൾ എലമെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. നമ്മൾ പറഞ്ഞു എന്താണ് ഡിവൈഡ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ്, നമുക്കൊരു ഗിയർ ടീത്ത് ഉണ്ട്, ഇതിന് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആയിട്ട് 1, 2, അങ്ങനെ ഓരോ എലമെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ഇതൊരു ശരിക്കും 2 ഡയമെൻഷണൽ എലമെൻ്റ് ആണ്. ഇങ്ങനെ 2 ഡയമെൻഷണൽ എലമെൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അതായത് ഈ എലമെൻറ്റ്, ഈ ഡിസൈൻ ചെയ്ത സ്ട്രക്ചറിനെ നമ്മൾ ഡിഫറെൻറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന എലമെൻറ്റിന് പറയുന്ന പേരാണ് എന്ത്, 2 ഡയമെൻഷണൽ എലമെൻറ്റ്. ഓക്കെ, ഇത് 2 ടൈപ്പാണ് മെയിനായിട്ടുള്ളത്, ട്രയാങ്കുലറും റെക്റ്റാങ്കുലറും. ട്രയാങ്കിൾ എലമെൻറ്റിന് എത്ര നോഡുണ്ട്, 1, 2, 3, 3 നോഡുണ്ട്. ഇതാണ് ഫസ്റ്റ് നോഡ്. ഇതിന് പറയുന്ന പേരാണ് നോഡ്. ഈ ജോയിൻ ചെയ്യുന്ന പോയിന്റിന് പറയുന്ന പേരാണ് എന്ത്, നോഡ്സ്. ഇതിന് പറയുന്ന പേരാണ് എന്ത്, എലമെൻറ്റ്സ്. ട്രയാങ്കിൾ എലമെൻറ്റ്സ്, ഇതിൻ്റെ നോഡ്സ്. ഓക്കെ, ദെൻ വരുന്നതാണ് 3 ഡയമെൻഷണൽ എലമെൻറ്റ്സ്. എന്താണ് 3 ഡയമെൻഷണൽ എലമെൻറ്റ്? ഒരു 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റിനെ, ലൈക്ക് സോളിഡ്സ്, ഒരു പിരമിഡ് സ്റ്റൈൽ ലൈക്ക് സ്ട്രക്ചേഴ്സിനെയൊക്കെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ, നമ്പർ ഓഫ് കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഓരോ സ്പ്ലിറ്റ് ചെയ്യുന്ന എലമെൻറ്റും എന്തായിരിക്കും, 3 ഡയമെൻഷനിലായിരിക്കും. ആ എലമെൻറ്റിന് പറയുന്ന പേരാണ് 3 ഡയമെൻഷണൽ എലമെൻറ്റ്. നമ്മൾ മെയിനായിട്ട് 2 യൂസ് ചെയ്യുന്നത് ടെട്രാഹെഡ്രൽ എലമെൻറ്റ്സും ദെൻ ഹെക്സാഹെഡ്രൽ എലമെൻറ്റ്സ്. എന്താണ് ഹെക്സാഹെഡ്രൻ? ഹെക്സാഹെഡ്രൻ എന്ന് വെച്ചാൽ ഒരു റെക്റ്റാങ്കിളിൻ്റെ 3 ഡയമെൻഷണൽ വ്യൂ ആണ്. ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്, അതിനെ നമ്മൾ 3 ഡയമെൻഷനൽ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ അതിന് പറയുന്ന പേരാണ് എന്ത്, ഹെക്സാഹെഡ്രൻ. അതിൻ്റെ ഒരു ടൈപ്പാണ് എന്ത്, ക്യൂബിക്. ക്യൂബ് എന്താണ്, ഹെക്സാഹെഡ്രൻ്റെ ഒരു ടൈപ്പാണ്. എല്ലാ സൈഡും ഈക്വൽ ആണെങ്കിൽ നമ്മൾ എന്ത്, ക്യൂബ് എന്ന് പറയും. ജനറലി നമ്മൾ പറയുന്നത് ഹെക്സാഹെഡ്രൻ എന്നാണ്. അതുപോലെ തന്നെ ടെട്രാഹെഡ്രൻ ഉണ്ട്.
ഇതാണ് അതിൻ്റെ ഇത് വരുന്നത്. എക്സാമ്പിൾ നമ്മൾ ഒന്നുകൂടെ പറയാം ഞാൻ. എന്താണ് 1D എലമെൻറ്റ്? 1 ഡയമെൻഷണൽ എലമെന്റ് എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ട്രസ് അല്ലെങ്കിൽ ബീം, ബാർ, അങ്ങനെയുള്ള കുറേ എലമെന്റ്സ് ഉണ്ട്. ട്രസ്സാണിത്, ട്രസ് പോലത്തെ സ്ട്രക്ചർ. അതൊരു നമ്മുടെ ഇതാണ് സ്ട്രക്ചർ, ട്രസ്സായിട്ട് വരുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ ഇതൊരു ഈ ഓരോ എലമെൻറ്റും, ഈ ഓരോ കമ്പോണൻറ്റും നമ്മൾ എലമെന്റ്സ് ആയിട്ട്, ഇത് ട്രസ്സിൻ്റെ ഓക്കെ. അപ്പോൾ 1 ഡയമെൻഷണൽ എലമെൻ്റ് ഒരു എക്സാമ്പിളാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. അതൊരു ട്രസ് എലമെന്റ്സ് ആണിത്. അപ്പോൾ ഇതിനെ നമ്മൾ 1 ഡയമെൻഷണൽ ഒബ്ജക്ട്സ് ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക അനാലിസിസ് ചെയ്യുമ്പോൾ. നെക്സ്റ്റ് വരുന്നതാണ് അത് പറഞ്ഞ പോലെ തന്നെ 2D എലമെന്റ്സ്. 2D എലമെന്റ്സിന് നമ്മൾ പറയുന്ന മെയിനായിട്ട് വരുന്നത് തിൻ ഷീറ്റ്സ്, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഷേപ്സുകളൊക്കെ നമ്മൾ ഫൈനൈറ്റ് എലമെന്റിൽ ചെയ്യുമ്പോൾ അത് 2D എലമെന്റ്സിൻ്റെ ഒരു 2D എലമെന്റ്സിൻ്റെ ഹലോ ഓക്കെ. നമ്മൾ 2D എലമെന്റ്സിൻ്റെ ഒരു മെഷ് എന്നാണ് അതിന് പറയുക. മെഷായിട്ടായിരിക്കും അതിനെ റെപ്രസെൻറ്റ് ചെയ്യുക. ഇതിൻ്റെ കൂട്ടത്തിന് നമ്മൾ മെഷ് എന്നാണ് പറയുക. നമുക്ക് ഇതുപോലത്തെ സ്ട്രക്ചേഴ്സ് ഉണ്ട്, അതിനെ നമ്മൾ 2D എലമെന്റ്സിൻ്റെ മെഷായിട്ടായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് കുറച്ചും കൂടെ കോംപ്ലക്സ് ഷേപ്സ്, ലൈക്ക് ഇത് എഞ്ചിൻ്റെ ഒരു പാർട്സ് ആണ്. അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ 3D എലമെന്റ്സ് ആയിട്ടായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുക. 3D എലമെന്റ്സ് എന്ന് വെച്ചാൽ ഏതൊക്കെയാണ്? ലൈക്ക് ടെട്രാഹെഡ്രൻ ആൻഡ് ഹെക്സാഹെഡ്രൻ. ഓക്കെ. സോ ലാസ്റ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് ആക്സിസിമെട്രിക് എലമെന്റ്സ് ആണ്. ആക്സിസിമെട്രി എന്ന് വെച്ചാൽ ഒരു ആക്സിന് സിമെട്രി ആയിട്ട് വരുന്ന ഒരു കമ്പോണന്റ് ഉണ്ട്. അതിന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന എലമെന്റ്സ് ആണ് എന്ത്? ആക്സിസിമെട്രിക് എലമെന്റ്സ്. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ള പോയിന്റ് ആണ് എന്ത്? നമ്പറിംഗ് ഓഫ് നോഡ്സ് ആൻഡ് എലമെന്റ്സ്. നമ്മൾ പറഞ്ഞു എന്താണ് ഫൈനൈറ്റ് എലമെന്റ് അനാലിസിന്റെ സ്റ്റെപ്സ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? ഇറ്റ് ഈസ് ഡിസ്ക്രിറ്റൈസേഷൻ, ദെൻ നമ്പറിംഗ്. ഇതാണ് പ്രീ പ്രോസസിങ്. ഇത് കഴിഞ്ഞ ശേഷമാണ് നമുക്ക് അനാലിസിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. ഈ പ്രീ പ്രോസസിങ്ങിന്റെ സെക്കൻഡ് സ്റ്റേജ് ആണ് എന്ത്? നമ്പറിംഗ്. ഇത് ഫസ്റ്റ് സ്റ്റേജ്, ദിസ് ഈസ് സെക്കൻഡ് സ്റ്റേജ്. സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ പറയുന്നതാണ് നമ്പറിംഗ് ഓഫ് നോഡ്സ് ആൻഡ് എലമെന്റ്സ്. നമ്പറിംഗ് ഓഫ് നോഡ്സ് ആൻഡ് എലമെന്റ്സിൽ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണ്, ഇതാണ് നമ്മുടെ ഒരു കമ്പോണന്റ് എന്ന് വിചാരിക്കും. ഈ റെക്റ്റാങ്കിൾ ആണ് നമ്മുടെ കമ്പോണന്റ്. അതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുകയാണ്. ഇതാണ് എലമെന്റ്സ്, ഇതാണ് ഫസ്റ്റ് എലമെന്റ്, സെക്കൻഡ് എലമെന്റ്, അങ്ങനെ നമ്പർ ഓഫ് എലമെന്റ്സ് ആയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. പിന്നെ അതിന്റെ നോഡ്സ് എന്തൊക്കെയാണ്? ഈ ജംഗ്ഷൻ ഒരു നോഡാണ്, ഇത് നോഡാണ്, ഇതൊരു നോഡാണ്, ഇതൊരു നോഡാണ്, അങ്ങനെ ഓരോന്നും എന്താണ്? ഓരോ നോഡ്സ് ആണ്. ഓക്കെ. അപ്പോൾ ഈ ഓരോ നോഡായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പോൾ ഇത് നമ്പർ ചെയ്യുമ്പോൾ, അതായത് നമ്പറിങ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അപ്പോൾ നമ്പർ ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ നമ്പർ ചെയ്യാം. ഈ റെക്ടാങ്കിൾ ആണെങ്കിൽ നമുക്ക് രണ്ട് രീതിയിൽ നമ്പർ ചെയ്യാം. ലോങ്ങർ സൈഡ് നമ്പറിങ്ങും ആൻഡ് ഷോർട്ടർ സൈഡ് നമ്പറിങ്ങും. ലോങ്ങർ സൈഡ് നമ്പറിംഗ് എന്ന് വെച്ചാൽ ഇതിൻ്റെ ലോങ്ങസ്റ്റ് സൈഡിലൂടെ നമ്പറിങ് തുടങ്ങി 1, 2, 3, 4, 5, 6, ദെൻ ഇവിടെ കണ്ടിന്യൂ ചെയ്യും 7, 8, 9, 10, 11, 12, 13, അങ്ങനെ കണ്ടിന്യൂ ചെയ്യും. അതിൻ്റെ സെൻറ്ററിലുള്ള ഓരോ എലമെന്റിന് നമ്മൾ 1, 2, 3, 4, 5 എന്ന് എന്ത് ചെയ്യുന്നു? ഈ ബബിളിൽ മാർക്ക് ചെയ്യും. ഇതിന് പറയുന്ന പേരാണ് ലോങ്ങർ സൈഡ് നമ്പറിങ്. അതേപോലെ തന്നെ വേറെ ഒരെണ്ണം ഉണ്ട്, ഷോർട്ടസ്റ്റ് സൈഡ് നമ്പറിംഗ് എന്ന് വെച്ചാൽ ഇതിന്റെ ഷോർട്ടസ്റ്റ് സൈഡ്, അതായത് ഇതാണ് ഷോർട്ടസ്റ്റ് സൈഡ്. ഈ റെക്ടാങ്കിൾ ആണെങ്കിൽ ഷോർട്ടസ്റ്റ് സൈഡ് ഇതാണ് 1, 2, 3, 4, ദെൻ ഹിയർ 5, 6, 7, 8, ദെൻ 9, 10, 11, 12, അങ്ങനെ നമ്പർ ചെയ്യും. പക്ഷെ ഇത് സെയിം ആണ്, 1, 2, 3 ഇങ്ങനെ തന്നെ. സോ ഇങ്ങനെ രണ്ട് രീതിയിൽ നമ്പർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ രണ്ട് രീതിയിലും നമ്പർ ചെയ്യുമ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഏത് നമ്പറിംഗ് പ്രോസസ്സാണോ അതായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? ഫൈനലായിട്ട് ചൂസ് ചെയ്യുക. അതായത് മാക്സിമം നോഡ് നമ്പർ മൈനസ് മിനിമം നോഡ് നമ്പർ ഈസ് ഈക്വൽ ടു മിനിമം ആയിരിക്കും. മാക്സിമം നോഡ് നമ്പർ മൈനസ് മിനിമം നോഡ് നമ്പർ മിനിമം ആവുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന പ്രോസസ് നമ്പറിംഗ് പ്രോസസ് ഏതാണോ അതായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? ചൂസ് ചെയ്യുക. സോ ഇത് നമ്മൾ ചെക്ക് ചെയ്യുക, എന്താണ് ഈ കണ്ടീഷൻ, എന്താണ് ചെക്ക് ചെയ്യുക. ഇതാണ് നമ്മുടെ ഫസ്റ്റ് കേസ്. ഇതിൽ 1, 2, 3, 4 ഇതിൽ മാക്സിമം നോഡ് നമ്പർ എന്ന് വെച്ചാൽ ഇതാണ് ഫസ്റ്റ് എലമെന്റ്, സെക്കൻഡ് എലമെന്റ്, ഓരോ എലമെന്റ് എടുക്കുക. ഫസ്റ്റ് എലമെന്റിന്റെ മാക്സിമം നോഡ് നമ്പർ എന്താ? 8 ആണ്. മിനിമം നോഡ് നമ്പർ എന്താ? 1 ആണ്. സോ 8 മൈനസ് 1 എന്താണ്? 8 മൈനസ് 1 ഈസ് ഈക്വൽ ടു 7. അതേപോലെ നെക്സ്റ്റ് കേസിൽ എന്താണ്? വി ഹാവ് ഒരു
വേറൊരു നോഡ് എടുക്കാം. ഫോർ എക്സാമ്പിൾ 8 എടുത്തു. മാക്സിമം വാല്യൂ എന്താണ്? 16 ആണ്. ഇതിൻ്റെ മിനിമം വാല്യൂ 9 ആണ്. 16 മൈനസ് 9 എന്താണ്? സെയിം 7 ആണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും നമുക്ക് കിട്ടി. അതേപോലെ തന്നെ ഷോർട്ടസ്റ്റ് സൈഡ് നമ്പറെങ്കിലും സെയിം കേസ് ചെയ്ത് നോക്കുക. മാക്സിമം ഇതിൽ 6 ആണ്, ഇതിൽ 1 ആണ്. എത്ര വരും? 5 വരും. ഇതേപോലെ തന്നെ വേറെ എക്സാമ്പിൾ വേറെ ഒന്നും ചെയ്ത് നോക്കാം. അപ്പോൾ സെയിം ആണ് വരുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. 20 മൈനസ് 15 മാക്സിമം മൈനസ് മിനിമം എത്ര വരും? 5 വരും. അപ്പോൾ ഇതിൽ രണ്ടിലും ഏതാണോ കുറവ് വരുന്നത്? അപ്പോൾ ഇതിനകത്ത് 7 വന്നു, ഇതിനകത്ത് 5 വന്നു. ഓക്കെ, അപ്പോൾ ആ നമ്പർ സിസ്റ്റം ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ചൂസ് ചെയ്യുക. എന്തിനാണ് അങ്ങനെ ചൂസ് ചെയ്യാൻ കാര്യം എന്ന് വെച്ചാൽ, ബിക്കോസ് ഇറ്റ് വിൽ റെഡ്യൂസ് ദ മെമ്മറി റിക്വയർമെന്റ് ഫോർ ദി സിസ്റ്റം ടു അനലൈസ്. ഈ അനാലിസിന് ഇതിനു ശേഷം നമ്മൾ അനാലിസിസ് ചെയ്യുമ്പോൾ ഇതിൽ മിനിമം നമ്പർ ഓഫ് എലമെന്റ്സ്, മിനിമം ഈ കണ്ടീഷനിൽ മിനിമം വരുന്നത്, ഡിഫറൻസ് മിനിമം വരുന്ന കണ്ടീഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മിനിമം സിസ്റ്റം റിക്വയർമെന്റ് മതി. അതായത് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് നമുക്ക് അനാലിസിസ് ചെയ്ത് കിട്ടും. സോ അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ഇതാണ് നമ്പറിംഗ് ഓഫ് നോട്ട്സിൽ നമ്മൾ നെക്സ്റ്റ് വരുന്ന ഒരു ടൈപ്പാണ് ഇതിൻ്റെ കോർഡിനേറ്റ് സിസ്റ്റംസ്. എന്താണ് കോർഡിനേറ്റ് സിസ്റ്റം? നമുക്കറിയാം കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ്, പോളാർ കോർഡിനേറ്റ്, അങ്ങനെ പല ടൈപ്പ് ഓഫ് കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ട്. ഈ അനാലിസിസിൻ്റെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലാസിഫിക്കേഷൻ ആണ് കോർഡിനേറ്റ്സിൽ ഗ്ലോബൽ കോർഡിനേറ്റ്സ്, ലോക്കൽ കോർഡിനേറ്റ്സ് ആൻഡ് നാച്ചുറൽ കോർഡിനേറ്റ്സ്. ഗ്ലോബൽ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് വെച്ചാൽ ഇത് നമുക്കൊരു രണ്ട് ട്രയാങ്കുലർ എലമെന്റ് കൂടി ചേർന്നൊരു എലമെന്റ് ആണ്. അതായത് 2D ട്രയാങ്കുലർ എലമെന്റ് ആണ്. ഇതിന്റെ കോർഡിനേറ്റ് സിസ്റ്റം നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് എന്താണ്? ഇത് എക്സ്, ഇത് വൈ. ഇതാണ് അതിന്റെ എക്സ് ആക്സിസ്, ഇതാണ് എന്ത്? വൈ ആക്സിസ്. ഇതിന്റെ ഓരോ എലമെന്റും ഓരോ എലമെന്റും അല്ലെങ്കിൽ ഓരോ നോഡ്സും നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ഈ എക്സും ഈ വൈയും, ഈ എക്സ് ആൻഡ് വൈ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ മൊത്തത്തിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? അത് എക്സ്പ്രസ് ചെയ്യുക. അപ്പോൾ അതിന് പറയുന്ന പേരാണ് ഗ്ലോബൽ കോർഡിനേറ്റ് സിസ്റ്റം. ഇനി അതേസമയം ലോക്കൽ കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ട്. ലോക്കൽ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് വെച്ചാൽ ഇതാണ് നമ്മൾ സെയിം കേസ് നമ്മളിവിടെ കൺസിഡർ ചെയ്യാണ്. ലോക്കൽ കോർഡിനേറ്റ് സിസ്റ്റം സെയിം കേസ്. ഇതിൽ എലമെന്റ് 1 എന്താണ്? ഇതാണ്. ഈ എലമെന്റ് 1ന് ഡയറക്ഷൻ ഇങ്ങനെ 1 to 2 ഇങ്ങനെയാണ് ആ ഡയറക്ഷൻ ഇരിക്കുന്നത്. ആ ഡയറക്ഷനിൽ നമ്മൾ എക്സ് ആക്സിസ് കൊടുത്തു, അതിൻ്റെ നേരെ പെർപെൻഡിക്കുലർ 90 ഡിഗ്രിയിൽ വൈ ആക്സിസ് കൊടുത്തു. അപ്പോൾ ഈ എലമെന്റ് 1ന് ഒരു സെപ്പറേറ്റ് കോർഡിനേറ്റ് സിസ്റ്റമാണ് നമ്മൾ ചൂസ് ചെയ്തത്. അതേപോലെ തന്നെ സെക്കൻഡ് കേസ് ഇതാണ്. സെക്കൻഡ് ഈ 1 3 എന്ന് പറയുന്ന എലമെന്റ്, അതിൻ്റെ എക്സ് ഡയറക്ഷൻ ഇങ്ങനെ, വൈ ഡയറക്ഷൻ ഇങ്ങനെ. അപ്പോൾ ഓരോ എലമെന്റിനും അതിൻ്റെ ഡയറക്ഷനിലായിരിക്കും നമ്മൾ എക്സ് ആൻഡ് വൈ കോർഡിനേറ്റ് സിസ്റ്റം ഡിഫൈൻ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ലോക്കൽ കോർഡിനേറ്റ് സിസ്റ്റം. സോ സെയിം വേ ഫോർ എലമെന്റ് 3, എലമെന്റ് 4, എലമെന്റ് 5, അങ്ങനെ ഓരോ എലമെന്റിനും ഓരോ സിസ്റ്റം. അതാണ് ലോക്കൽ കോർഡിനേറ്റ് സിസ്റ്റം. അപ്പോൾ നമ്മളത് അനാലിസിൽ വരുന്നൊരു പാർട്ടാണ്. നെക്സ്റ്റ് വരുന്നതാണ് നാച്ചുറൽ കോർഡിനേറ്റ് സിസ്റ്റം. ഈ നാച്ചുറൽ കോർഡിനേറ്റ് സിസ്റ്റം നമ്മുടെ ലോക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ ചെറിയൊരു സെപ്പറേഷൻ ആണ്. എന്താണെന്ന് വെച്ചാൽ ഒരു എലമെന്റ് കൺസിഡർ ചെയ്യാം, ഒരു ലൈൻ എലമെന്റ്, നമ്മുടെ ബാർ, ഒരു ബീമിന്റെ ഒരു ബാറിന്റെ ഒരു എലമെന്റ്. അതാണ് ഇതിന്റെ നോഡ് 1, ഇത് നോഡ് 2. ഈ നോഡ് 1, നോഡ് 2 നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിരിക്കുന്നു? എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത് x1, ഇത് x2. അതിന്റെ കോർഡിനേറ്റ്സ് ആണ് x1, x2 എന്ന് കരുതുക. അപ്പോൾ ഇതിന്റെ സെന്ററിൽ ഒരു P എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഈ പോയിന്റിന്റെ കോർഡിനേറ്റ് സിസ്റ്റം നമുക്ക് എന്ത് ചെയ്യണം? ഡിഫൈൻ ചെയ്യണം. ആ ഡിഫൈൻ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന സിസ്റ്റമാണ് ഇത് നാച്ചുറൽ കോർഡിനേറ്റ് സിസ്റ്റം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഈ നാച്ചുറൽ കോർഡിനേറ്റ് സിസ്റ്റം ഡിഫൈൻ ചെയ്യുമ്പോൾ അതിന് 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. എന്തൊക്കെയാണ്? ഈ നാച്ചുറൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഇത് ഡിഫൈൻ ചെയ്യുമ്പോൾ ഇതിന്റെ കോർഡിനേറ്റ്സ് എന്തായിരിക്കും? L1 ഉം L2 ആയിരിക്കും. അതാണ് അതിന്റെ കോർഡിനേറ്റ്. അതിന് പറഞ്ഞ പേരാണ് നാച്ചുറൽ കോർഡിനേറ്റ്. ഇതിന്റെ ഒറിജിനൽ ആയിട്ടുള്ള കാർട്ടീഷ്യൻ കോർഡിനേറ്റ് എന്തായിരിക്കും? X ആയിരിക്കും. ഓക്കെ, ശ്രദ്ധിക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മൾ നാച്ചുറൽ കോർഡിനേറ്റ് സിസ്റ്റം ഡിഫൈൻ ചെയ്യുമ്പോൾ അതിന്റെ ഒറിജിനൽ കോർഡിനേറ്റ് എക്സും നാച്ചുറൽ ആയിട്ട് വരുന്ന
ഇപ്പോൾ പി എന്ന് പറയുന്ന പോയിന്റിന്റെ കാർട്ടീഷ്യൻ സിസ്റ്റത്തിലുള്ള കോർഡിനേറ്റ് ആണ് എക്സ്, അതിന്റെ നാച്ചുറൽ സിസ്റ്റത്തിലുള്ള കോർഡിനേറ്റ് ആണ് L1 ആൻഡ് L2. അപ്പോൾ ഇതിങ്ങനെ എക്സ്പ്രസ് ചെയ്യുമ്പോൾ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് വെച്ചാൽ L1 plus L2 ഓൾവേസ് ഈക്വൽ ടു 1 ആയിരിക്കണം. ആൻഡ് അനദർ കണ്ടീഷൻ ഈസ് L1 x1 plus L2 x2 is equal to x ആയിരിക്കണം. ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സിസ്റ്റംസ് ആണ് നാച്ചുറൽ കോർഡിനേറ്റ് സിസ്റ്റം. അത് നമ്മൾ രണ്ട് ഇക്വേഷൻ നോട്ട് ചെയ്യുക, 2.1 ഉം 2.2. എന്തിനാന്ന് വെച്ചാൽ ഡെറിവേഷനിൽ ചെറിയൊരു പാർട്ട് ഉണ്ട്, അതിൽ നമുക്ക് ആവശ്യം വരും. എന്താണ് അതിന്റെ കണ്ടീഷൻ? L1 plus L2 is equal to 1 and L1 x1 plus L2 x2 is equal to x. ഇത് രണ്ടും ഓർത്തിരിക്കും. സോ ഇത് രണ്ട് കണ്ടീഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ഇക്വേഷനെ, ഈ രണ്ട് ഇക്വേഷനെയും നമ്മൾ ഒരുമിച്ച് ചേർത്ത് 2.1നെയും 2.2നെയും ഒരുമിച്ച് ചേർത്ത് അറേഞ്ച് ചെയ്തിട്ട് ഒരു മെട്രിക്സ് ഫോമിൽ എക്സ്പ്രസ് ചെയ്താൽ അതിങ്ങനെ വരും. നോക്കുക, ഈ രണ്ട് ഇക്വേഷനെയും നമ്മൾ ഒരുമിച്ച് എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ അതിങ്ങനെ വരും. കാണിച്ചു തരാം. അതായത് ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി എന്താ ഒരു ആൻസർ? 1 plus L1 L2 അങ്ങനെ വരും. 1 into L1 plus 1 into L2. അതായത് ഇതാണ് ഫസ്റ്റ് കേസിൽ വരുന്നത്. ഫസ്റ്റ് റോയും ഈ മെട്രിക്സും മൾട്ടിപ്ലൈ ചെയ്താൽ, ഈ കോളവും മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? L1 plus L2 കിട്ടും. സെക്കൻഡ് കേസ് നോക്കുക, L1 x1 plus L2 x2 is equal to x. സെക്കൻഡ് ഇക്വേഷൻ കിട്ടി. ഇത് രണ്ടും ഒരുമിച്ച് നമ്മൾ എന്ത് ചെയ്തു? മെട്രിക്സ് ഫോമിൽ എക്സ്പ്രസ് ചെയ്തു. ഇനി അടുത്ത കേസ് എന്താണ്? ഇത് ചെറുതായിട്ടൊന്ന് റീഅറേഞ്ച് ചെയ്യുന്നു. L1 L2 ഈ കോളം മെട്രിക്സ്, അതായത് L1 L2 എന്ന് പറയുന്ന നാച്ചുറൽ കോർഡിനേറ്റിന്റെ മെട്രിക്സ് നമ്മൾ ഇവിടെ നിർത്തിയിട്ട് ഇതിനെ എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇതാണ് അതിന്റെ ഇക്വേഷൻ, ജനറൽ ഇക്വേഷൻ മെട്രിക്സിന്റെ ഒരു ഇതാണ്. A into B is equal to C ആണെങ്കിൽ B is equal to A inverse into C ആയിരിക്കും. ഓർത്തിരിക്കുക, A into B is equal to C ആണെങ്കിൽ B is equal to A inverse into C. C യുടെ പുറകിലായിരിക്കും A inverse വരിക. ഓക്കെ, സോ ഇറ്റ് വിൽ become L1 L2 is equal to 1 x1 x2 inverse 1x into x. ഓക്കെ, സോ ഈ ഇതിന്റെ ഇൻവേഴ്സ് കാണുക, എന്നിട്ട് എന്ത് ചെയ്യുക? 1x ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇൻവേഴ്സ് കാണാനുള്ള ഒരു ജനറൽ ഇക്വേഷൻ ഉണ്ട്, ജസ്റ്റ് നോട്ട് ഡൗൺ. ഇതാണ് അതിന്റെ ജനറൽ ഇക്വേഷൻ. A11 A12 A21 A22 ഇൻവേഴ്സ് എന്ന് വെച്ചാൽ 1 by A11 A22 minus A12 A21 into A22 minus A12 minus A21 A11. ഓക്കെ, അതുപോലെ നമ്മൾ എക്സ്പാൻഡ് ചെയ്തു. ഇതാണ് അതിന്റെ ആൻസർ, ഇൻറ്റു 1x. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്തുകൊണ്ട് ഈ മെട്രിക്സും ഈ മെട്രിക്സ് എന്ത് ചെയ്തു? മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എന്ത് വരും? x2 into 1 minus x. അതാണ് ഫസ്റ്റ് ഇത്. x2 minus x വരും. ദെൻ minus x1 plus x. അതാണ് നെക്സ്റ്റ് ഇത്. ഇത് ഇവിടെ തന്നെ കിടക്കും. ഓക്കെ, നെക്സ്റ്റിൽ എന്ത് ചെയ്തു? 1 by x2 minus x1 is equal into x2 minus x, x minus x1. ഇതൊന്ന് ചെയ്തായിട്ടൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി. ദാറ്റ്സ് ഓൾ. അപ്പോൾ എന്ത് വരും? x2 minus x1 എന്ന് വെച്ചാൽ എന്താണ്? x2 minus x1 ഇതാണ്. x2 ആണ് ഇതിന്റെ ഇവിടുത്തെ കോർഡിനേറ്റ്, x1 ആണ് അതിന്റെ ഇവിടുത്തെ കോർഡിനേറ്റ്. x2 minus x1 ചെയ്താൽ എന്താ? നമുക്ക് എന്ത് കിട്ടും? ലെങ്ത് കിട്ടും. അതായത് ഫോർ എക്സാമ്പിൾ x ഡയറക്ഷനിൽ ഇത് 5 ആണ് ഇതിന്റെ കോർഡിനേറ്റ്, ഇതിന്റെ ഇവിടുത്തെ കോർഡിനേറ്റ് 2 ആണെങ്കിൽ 5 minus 2 എന്തായിരിക്കും? അതിന്റെ ലെങ്ത് ആയിരിക്കും. ലെങ്ത് ഈസ് ഈക്വൽ ടു എന്താണ്? 5 minus 2 ഈസ് ഈക്വൽ ടു 3 ആയിരിക്കും. അതാണ് എഴുതിയിരിക്കുന്നത്. എന്ത്? 1 by L x2 minus x x minus x1. സോ നമ്മൾ എന്ത് ചെയ്തു? ഈ എല്ലിനെ വീണ്ടും ഒന്ന് അകത്തോട്ടായിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ L1 എന്ന് വെച്ചാൽ എന്ത് കിട്ടി? x2 minus x1 by L. ഇതാണ് L1ന്റെ വാല്യൂ. L2 എന്താണ്? ഇതാണ് L2 വാല്യൂ. ഓക്കെ, സോ ഇത് നമ്മൾ എക്സ്പ്രസ് ചെയ്തു. ചെറുതായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ 1 to 2 എന്ന് പറയുന്ന എലമെന്റിൽ L1ന്റെ വാല്യൂ ചെറുതായിട്ടൊന്ന് നോട്ട് ചെയ്തു. അതായത് ഈ L1 എന്ന് പറയുന്ന വാല്യൂ ഈ 1 എന്ന് പറയുന്ന പോയിന്റിൽ എന്തായിരിക്കും? 1 എന്ന് പറയുന്ന പോയിന്റിൽ L1 എന്ന് വെച്ചാൽ എന്താണ്? x2 minus x by L. അപ്പോൾ L1 എന്ന് വെച്ചാൽ എന്ത് വരും? 1 എന്ന് പറയുന്ന പോയിന്റിൽ എക്സിന്റെ വാല്യൂ എന്താണ്? x1 ആണ്. x2 minus x1 by L എന്ത് വരും? x2 minus x1 by L എന്ത് വരും?
1 വരും. അതാണ് 1 ചെയ്തേക്കുന്നത്. അതായത് വേരിയേഷൻ ഓഫ് L1. 2 സെയിം വേ എന്ത് വരും? L1 എന്ന് പറയുന്ന വാല്യൂ x2 മൈനസ് x2, എക്സിൻ്റെ സ്ഥാനത്ത് എന്താവും x2 വരും ബൈ L. അപ്പോൾ എന്ത് വരും? 2ൻ്റെ സ്ഥാനത്ത് 0 വരും. അപ്പോൾ L1ൻ്റെ വാല്യൂ 1 മുതൽ 0 വരെ ഇങ്ങനെ വേരി ചെയ്യും. സെയിം വേ L2 എന്താണ്? 0 മുതൽ 1 വരെ ഇങ്ങനെ വേരി ചെയ്യും. എങ്ങനെയാണ് അത് വന്നത്? 1 എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്. 1 എന്ന് പറയുന്ന പോയിന്റിൽ x1ൻ്റെ വാല്യൂ എന്താണ്? എക്സിൻ്റെ വാല്യൂ എന്താണ്? x1 ആണ്. അപ്പോൾ x1 മൈനസ് x1 ബൈ L എന്ത് വരും? ഇവിടെ 0 വരും. ഇവിടെ എന്ത് വരും? 1 വരും. അതാണ് ഇത് വരച്ചേക്കുന്ന ഗ്രാഫ്. ഓക്കെ. സോ ഇതാണ് നാച്ചുറൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ പറയാനുള്ളത്. നമ്മളിത് പഠിച്ചത് മെയിനായിട്ട് എന്തൊക്കെയാണ്? എന്താണ് ഫൈനൈറ്റ് എലമെന്റ് അനാലിസിസിന്റെ ബേസിക്, അതായത് എന്താണ് ഫൈനൈറ്റ് എലമെന്റ് അനാലിസിസ്, എന്താണ് അതിന്റെ ആവശ്യകത, അതായത് അനാലിസിസ് എന്താണ്, അതായത് പല ടൈപ്പ് ഉണ്ട്. നമ്മൾ ഫൈനൈറ്റ് എലമെന്റ് അനാലിസിസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് സ്റ്റെപ്സ് എന്താണ്? പ്രീ പ്രോസസ്സിങ്, അതുപോലെ തന്നെ CAD നമ്മൾ പഠിച്ച ഫസ്റ്റ് ആദ്യത്തെ 4 മൊഡ്യൂൾ നമ്മൾ ജിയോമെട്രിക് മോഡലിങ്ങിനെ കുറിച്ച് മാത്രമാണ് പഠിക്കുന്നുള്ളൂ. എഞ്ചിനീയറിംഗ് അനാലിസിസ് ആണ് ലാസ്റ്റ് 2 മൊഡ്യൂളിൽ പഠിക്കുന്നത്. അതിൽ വരുന്ന എഞ്ചിനീയറിംഗ് അനാലിസിസിന്റെ സിസ്റ്റത്തിൽ നമ്മൾ വരുന്ന എക്സ്പെരിമെന്റൽ, അനലിറ്റിക്കൽ, ന്യൂമറിക്കൽ, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ന്യൂമറിക്കൽ മെത്തേഡ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ന്യൂമറിക്കൽ മെത്തേഡ്സിൽ വരുന്നതാണ് ഫൈനൈറ്റ് എലമെന്റ് അനാലിസിസ്. അതിൽ നമ്മൾ ഫൈനൈറ്റ് എലമെന്റ് എന്താണെന്ന് പഠിച്ചു, അതുപോലെ നോഡ്സ് എന്താണെന്ന് പഠിച്ചു. ഈ നോഡ്സിനെ, എലമെന്റ്സിനെ നമ്മൾ ആപ്ലിക്കേഷൻ എന്തിലേക്ക് യൂസ് ചെയ്യുന്നു? എന്താണ്? സ്ട്രക്ചറൽ പ്രോബ്ലംസിന് യൂസ് ചെയ്യുന്നു, നോൺ സ്ട്രക്ചറൽ പ്രോബ്ലംസിന് യൂസ് ചെയ്യുന്നു. അതേപോലെ തന്നെ സ്ട്രക്ചറൽ, നോൺ സ്ട്രക്ചറൽ പ്രോബ്ലംസിന് യൂസ് ചെയ്യുന്നു. ദെൻ അതിൻ്റെ സ്റ്റെപ്സ് പ്രീ പ്രോസസ്സിങ്, അനാലിസിസ്, പോസ്റ്റ് പ്രോസസ്സിങ്. പ്രീ പ്രോസസ്സിങ്, അനാലിസിസ്, പോസ്റ്റ് പ്രോസസ്സിങ്. പ്രീ പ്രോസസ്സിങ് സ്റ്റേജസ് ആണ് ഞാൻ ഇന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ഡിസ്ക്രിറ്റൈസേഷനും നമ്പറിങ്ങും. ഡിസ്ക്രിറ്റൈസേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ടൈപ്പ് ഓഫ് എലമെന്റ് ആദ്യം ഡിസ്കസ് ചെയ്ത്, എന്താണ് 1 ഡയമെൻഷണൽ എലമെന്റ്, 2 ഡയമെൻഷണൽ എലമെന്റ്, 3 ഡയമെൻഷണൽ എലമെന്റ്. ദെൻ അതിൻ്റെ ചെറിയൊരു ഫിഗേഴ്സും കാര്യങ്ങളും. ദെൻ ആക്സിസിമെട്രിക് എലമെന്റ് കൂടെ ഉണ്ട്. അതിൻ്റെ കൂടെ നമ്പറിംഗ് ഉണ്ട്. നമ്പറിങ്ങിൽ വരുന്നത് എങ്ങനെ നമുക്ക് നമ്പർ ചെയ്യാം. പിന്നെ ലോക്കൽ കോർഡിനേറ്റ്സ്, ഗ്ലോബൽ കോർഡിനേറ്റ്സ് ആൻഡ് നാച്ചുറൽ കോർഡിനേറ്റ്സ്. നാച്ചുറൽ കോർഡിനേറ്റ്സ് ആണ് കുറച്ച് ഡീപ്പായിട്ട് വരുന്നത്. അതിൽ എങ്ങനെ അത് ഒരു നാച്ചുറൽ കോർഡിനേറ്റ് നമുക്ക് ഫോം ചെയ്തെടുക്കാം. അതായത് ഒരു P എന്ന് പറയുന്ന പോയിന്റിന്റെ X എന്ന് പറയുന്ന കോർഡിനേറ്റ് ഉണ്ട്. ഇതിനെ L1 L2 എന്ന് പറയുന്ന ഫോമിലോട്ട് ഒരു വേറൊരു കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക്, നാച്ചുറൽ കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ. സോ അതിൻ്റെ മെട്രിക്സ് ഓർത്തിരിക്കുക. ഇതാണ് മെയിനായിട്ട് ഇതിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.